blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമുകളിലേക്ക് എല്ലാവരെയും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. ഓരോ ദിവസവും വിവിധ വ്യക്തികൾ മുന്നിലേക്ക് വന്ന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് വളരെ മനോഹരമായി ആയിരക്കണക്കിന് എപ്പിസോഡുകൾ ടെലികാസ്റ്റ് ചെയ്യാൻ ദൈവം ഇതുവരെ സഹായിച്ച് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ അതിൻ്റെ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ച വ്യക്തികൾക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, വാഴക്കാലിൽ നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ. ഞങ്ങൾ ചേർന്ന് ഈ ഭാര്യ ഭർത്താക്കന്മാരെ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഭർത്താവിന് വേണ്ടിയും മകന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൽ നിന്നും പരിപൂർണ സ്വാതന്ത്ര്യം അങ്ങ് അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബറോഡയിൽ നിന്നുള്ള മനോജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല രോഗങ്ങളിൽ നിന്നുമുള്ള പരിപൂർണ സൗഖ്യം കർത്താവെ നീ കൊടുത്തതിനായി നന്ദി പറയുന്നു. കോഴിക്കോട് നിന്നുള്ള ശാന്തമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഒരു സ്വന്തമായ ഭവനം നൽകി അങ്ങ് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. കർത്താവെ, ഈ 3 പേരെ അവരുടെ കുടുംബങ്ങളെയും ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെമ്പൂർ ഫെബ്രുവരി 18 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ദ ഗ്രാൻഡ് നളന്ദ ഹാൾ, ഡോക്ടർ BR അംബേദ്കർ കോളേജ്, PL ലോകാന്ത് മാർഗ്, ചെമ്പൂർ വെസ്റ്റ്, മുംബൈ, മഹാരാഷ്ട്ര 400089. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൻവേൽ ഫെബ്രുവരി 19 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ശ്രീകൃപ ബാൻക്വറ്റ് ഹാൾ, സെക്ടർ 6, കാന്ത കോളനി, പൻവേൽ വെസ്റ്റ്, മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ ഫെബ്രുവരി 20 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സനൈ മംഗൾ കാര്യാലയ്, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്, മഹാരാഷ്ട്ര. ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപ് സഹോദരിക്ക് ബ്ലീഡിങ് തുടങ്ങി. എനിക്ക് എല്ലാ മാസവും ഇങ്ങനെ ബ്ലീഡിങ് തുടങ്ങി. ഏകദേശം 6 മാസത്തോളം ആയപ്പോൾ താനത് ചെക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവരത് DNC ചെയ്യണം എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. അതിനുശേഷം ആ സഹോദരി ആ ഒരു പ്രോസസ്സ് ചെയ്തു, DNC ചെയ്തതിന് ശേഷം അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് കിട്ടുകയുള്ളൂ എന്ന് അവർ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇവർ 2 ആഴ്ചക്കുള്ളിൽ ഈ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസിനുള്ളിൽ ക്യാൻസറാണ്, റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. യൂട്രസ് തന്നെ റിമൂവ് ചെയ്യണം, യൂട്രസ് റിമൂവ് ചെയ്യണം, കാരണം ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു. അവർ പറഞ്ഞത് ലിയോമയോസർഗോമ എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു ക്യാൻസറാണ് തനിക്ക് വന്നത്. അതായത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോണ അസുഖമാണ്. വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അത് യൂട്രസ് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് അവർ കണ്ടുപിടിച്ചില്ല ഇങ്ങനെ ക്യാൻസറസ് ആയിട്ടുള്ള സെൽസ് ആണ്. അപ്പോൾ പെട്ടെന്ന് യൂട്രസ് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, യൂട്രസ് റിമൂവ് ചെയ്യുമ്പോൾ എല്ലാം മാറും. അങ്ങനെ ഈ DNC ചെയ്ത് 2 ആഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് പിന്നെയും ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ലിയോമയോസാർക്കോമയാണ്. അപ്പൊ അത് ഇങ്ങനെ ബ്ലഡ് സ്റ്റെയിൻസിലൊക്കെ കലർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കലർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഇനി അടുത്ത ട്രീറ്റ്മെൻറ്റ് ഇനി റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ മാത്രമേ അതിൽ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇവർ വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് RCCയിലേക്ക് റെഫർ ചെയ്തുകൊണ്ട് അവിടെ നേരെ കൊണ്ടുപോയിട്ട് ഇവർ റിമൂവ് ചെയ്ത യൂട്രസും അതുപോലെ എല്ലാ റിപ്പോർട്ടുകളും ചെന്ന് ഇവർ വീണ്ടും അവിടെ പൂർണ്ണമായിട്ടും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതേ അസുഖം തന്നെയാണ്, വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ക്യാൻസറാണ്. അത് ബ്ലഡ് സ്റ്റെയിനിൽ കലർന്നിട്ടുണ്ട്, അത് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഡോക്ടർ തന്നോട് പറഞ്ഞത്. അതിനുശേഷം അവർ ഓപ്പറേഷൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിരുന്നു, റെഡിയാക്കി വെച്ചിരുന്നു. ആ സമയത്ത് തന്നെയാണ്
ഒരു വ്യക്തി ഈ സഹോദരിയോട് പറഞ്ഞു, ഈ സഹോദരിയുടെ വീടിൻ്റെ അടുത്തുള്ള വ്യക്തി അവർ പറഞ്ഞു, യേശുവിൻ്റെ ഒരു തുള്ളി രക്തം മതി ഈ രോഗം സൗഖ്യമാകാമെന്ന് പറഞ്ഞു. ആ സമയങ്ങളിലെല്ലാം ഈ സഹോദരി ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണാൻ തുടങ്ങുമായിരുന്നു. ഇവർ ചെയ്തത് ആ സമയത്തെല്ലാം ഇവർ നമ്മുടെ പ്രെയർ കോൾ സെൻറ്റർ വിളിച്ചു പറഞ്ഞ് താൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ സഹോദരി പറഞ്ഞത് ഒരു ദിവസം താനിങ്ങനെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ആരോ ഇങ്ങനെ ഉള്ളിൽ പറയുന്നത് പോലെ തോന്നി, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി രക്തം നിൻ്റെ ബ്ലഡ് സ്റ്റെയിനിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ താൻ ഉള്ളിൽ യേശു പറയുന്നത് പോലെ തനിക്ക് തോന്നി. താൻ ആ സമയത്ത് ചിന്തിച്ചത് ശരിയാ, അങ്ങനെയെല്ലാം കർത്താവ് ഒഴിച്ചു, എൻ്റെ മരണം ഓൾമോസ്റ്റ് അടുത്തു, ഞാൻ മരിക്കാൻ പോവുകയാണെന്നാണ് ഈ സഹോദരി ചിന്തിച്ചത്. ഓക്കെ. അതിനിടയിൽ ഇവര് ഭർത്താവുമായിട്ട് വളരെ വേഗത്തിൽ കുറച്ച് വഴക്കുകളുണ്ടായി. ആ വഴക്ക് വളരെ കടുത്തതായി. ഇവര് ഡിവോഴ്സിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം, അതായത് 2014 ജനുവരി മാസം ഇവര് വീട്ടുകാരെല്ലാവരും കൂടെ വന്നു ചേർന്നിട്ട് ഡൈവോഴ്സ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തു. ഒരു ഭാഗത്ത് ക്യാൻസർ രോഗിയാണെന്ന് പറഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രശ്നമുണ്ടായി ഡിവോഴ്സിലേക്ക് പോവുകയാണ്. മറുഭാഗത്ത് ഡിവോഴ്സിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് 2013 നമ്മുടെ ഡിസംബർ മാസത്തിൽ ഈ LMS കോമ്പൗണ്ടിൽ വെച്ച ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഈ സഹോദരി വന്ന് പങ്കെടുക്കുകയാണ്. ഈ സഹോദരി വന്ന് അവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അന്ന് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഡാമിൻ ഇങ്ങനെ പറഞ്ഞു, വിവാഹബന്ധം വേർപിരിയുന്ന രീതിയിൽ എത്തി നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ദാമ്പത്യ ജീവിതത്തെ കർത്താവ് സുഖപ്പെടുത്തുന്നു, സൗഖ്യമാക്കുന്നു എന്ന് ബ്രദർ പറഞ്ഞു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവം ചെയ്ത ആദ്യത്തെ അത്ഭുതം എന്ന് പറയുന്നത് അവർ ഡൈവോഴ്സ് ആകുകയല്ല ചെയ്യുന്നത്, പ്രശ്നങ്ങളെല്ലാം വളരെ വേഗത്തിൽ പറഞ്ഞു തീർത്തു. അവർ ഒരുമിച്ച് ജീവിക്കുവാൻ തുടങ്ങി. വീടിനടുത്തുള്ള ഒരു ആന്റിയെ എന്നെ കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് വരെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഞാൻ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഡിസംബറിലാണ് ഇത് നടന്നത്. ജനുവരി 5 വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നത്. പക്ഷെ ആ പ്രശ്നം ഒന്നും അല്ലാതെ പോയി. ഞാൻ ഇപ്പോഴും എൻ്റെ ഭർത്താവിൻ്റെ കൂടെ തന്നെയാണ് ജീവിക്കുന്നത്. കൈകളടിച്ച യേശുവിന് നന്ദി. ഒരു ദാമ്പത്യ ജീവിതത്തെ കർത്താവ് കോരിയെടുത്ത് രക്ഷിച്ചു. അതിനുശേഷം ഇവർ 2014 ഈ സഹോദരിക്ക് ഈ സംഭവങ്ങൾക്ക് ശേഷം പെട്ടെന്ന് സഹോദരിക്ക് പനി തുടങ്ങി. പനി കുറച്ച് ദിവസം സാധാരണ പനി പോലെ ആയിട്ട് ഇവർ വിട്ടു. അത് ശ്രദ്ധിക്കാതെയായി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അത് കടുത്ത രീതിയിലേക്ക് ബാധിച്ചു. ന്യൂമോണിയ ആണെന്ന് ഇവർ തിരിച്ചറിഞ്ഞു. ICUയിലെല്ലാം താൻ അഡ്മിറ്റ് ചെയ്തു. ഇവർ കുറച്ച് ദിവസങ്ങൾ, കൂടുതൽ ദിവസങ്ങൾ ഇതിന് വേണ്ടിയുള്ള സ്റ്റിറോയിഡ് അങ്ങനെ പല കാര്യങ്ങളൊക്കെ കുത്തിവെച്ചിട്ടൊന്ന് കുറയാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സഹോദരിക്ക് ഉണ്ടായിരുന്ന പഴയ രോഗങ്ങളുടെ ഹിസ്റ്ററി എല്ലാം ഇവർ അവിടെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ RCCയിൽ ഇങ്ങനെ പോലത്തെ ഇതുണ്ടായിരുന്നു, ക്യാൻസർ സ്പ്രെഡ് ചെയ്യുന്ന ക്യാൻസർ ഉണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു 2 കാരണങ്ങൾ കൊണ്ടാണ് ന്യൂമോണിയ വന്നാൽ ഇങ്ങനെ മരുന്നുകൾ ചെയ്താൽ കുറയാത്തത്. ഒന്ന് ക്യാൻസറസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, 2 എയ്ഡ്സ് വന്നാൽ. ഇവർ ക്യാൻസറസ് തന്നെ ആയിരിക്കും എന്ന രീതിയിൽ ഇവർ വീണ്ടും അതിൻ്റെ ചെക്കപ്പുകളെല്ലാം ചെയ്തു നോക്കി. ആ പഴയ ഹിസ്റ്ററികളെല്ലാം റിപ്പോർട്ടെല്ലാം എടുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ഈ സഹോദരി പിന്നെയും ചെയ്യും നമ്മുടെ പ്രെയർ കോൾ സെൻറ്ററിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ പ്രെയർ സെൻറ്ററിൽ വിളിച്ച് ഇവർ ഈ കഥകളെല്ലാം പറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച വ്യക്തി പറഞ്ഞു, കർത്താവ് ഒരിക്കൽ ഈ രോഗം സൗഖ്യമാക്കിയതാണ്, ഒരിക്കൽ പ്രാർത്ഥിച്ചപ്പോൾ സഹോദരിയെ തൊട്ടതാണെങ്കിൽ ഇനി ഒരിക്കലും ആ രോഗം വരില്ല, കർത്താവ് പൂർണ്ണമായും സൗഖ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ റിപ്പോർട്ടുകളെല്ലാം ചെക്ക് ചെയ്ത് പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ ഈ സഹോദരി അറിഞ്ഞു തൻ്റെ ബ്ലഡ് സ്റ്റെയിനിൽ അതുപോലെ ഒരു ക്യാൻസർ ഇല്ല, താൻ പരിപൂർണമായും സൗഖ്യമായി. ഹല്ലേലൂയ. There are some things that is at work in this world that can quench, put out the fire in us. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മുടെ അകത്ത് പകർന്നിട്ടുള്ള തീയെ കെടുത്തിക്കളയുന്നതായിട്ട് ഈ ലോകത്തുണ്ട്. And we should be very careful when we deal with them.
ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. Number one is disappointment. അതിലെ ഒന്നാമത്തെ കാര്യം ഇതാണ്, നിരാശ. Everyone living in this world will have to face disappointment someday or other. ഈ ലോകത്ത് ജീവിക്കുന്ന നാം എല്ലാവരും തന്നെ ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം തന്നെ നിരാശ അഭിമുഖീകരിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. Some people are always facing disappointments. ചില ആളുകളെ സംബന്ധിച്ച് എല്ലായ്പ്പോഴും അവർ നിരാശയെ അഭിമുഖീകരിക്കുന്ന വ്യക്തികളാണ്. Some people are negative by nature. ചില ആളുകൾ ഇത്തരം നിരാശ, നെഗറ്റീവ് കാര്യങ്ങളിൽ സ്വയമേ അങ്ങനെ തന്നെ ജീവിക്കുന്നവരാണ്. And they have negative thinking patterns. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നെഗറ്റീവ് ആയിട്ടുള്ള തെറ്റായ വിശ്വാസ രീതികൾ ഉള്ള They വ്യക്തികളാണ്. take everything in a negative way. അവർ ഏത് കാര്യങ്ങളെയും അതിന്റെ തിരിഞ്ഞുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ മാത്രമേ അവർ കാര്യങ്ങൾ എടുക്കാറുള്ളൂ. But we should be very careful to come out of such nature. എന്നാൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരേണ്ട കാര്യത്തിൽ നാം എല്ലാവരും വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. Somebody say hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? And I believe the Holy Spirit is a trainer to train us to make us positive. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മെ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യത്തിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളുള്ള വ്യക്തികളാക്കുവാനായി നമ്മെ പരിശീലിപ്പിക്കുന്ന പരിശീലകനാണ്. Many people every day are haunted by disappointments, disappointing situations. ഒത്തിരി ആളുകളും ഓരോ ദിവസവും ഇത്തരം നിരാശാപൂർണമായ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ്. Everybody knows that the devil has no weapon today in his armory. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ന് സാത്താന് തൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ലാത്തവനാണ്. Isn't that a great news? അതൊരു വലിയ വാർത്തയല്ലേ? Am I true? ഞാൻ പറയുന്നത് The devil has no weapon in his armory. സാത്താന് തൻ്റെ കൈവശം ഇപ്പോൾ യാതൊരു ആയുധവുമില്ല. Once he had a lot of weapons. ഒരിക്കൽ അവൻ്റെ കയ്യിൽ ധാരാളം ആയുധങ്ങളുണ്ടായിരുന്നു. But on the cross, Jesus captured all his armory, and today he is armless. He has no armory in his hands. എന്നാൽ ഒരിക്കൽ കാൽവരി ക്രൂശിൽ യേശു കർത്താവ് അവന്റെ സകല ആയുധത്തെയും പിടിച്ചെടുത്ത് അവനെ നിരായുധനാക്കി. ഇന്ന് അവന്റെ കയ്യിൽ നമുക്കെതിരെ പ്രയോഗിക്കാൻ ആയുധങ്ങളില്ല. And what he has today are tricks. എന്നാൽ ഇന്ന് അവന്റെ കയ്യിൽ എന്താണുള്ളത്? അത് തന്ത്രങ്ങളാണ്. Only tricks. തന്ത്രങ്ങൾ മാത്രം. Sometimes what the devil does is he takes the disappointment in our hearts and he uses it as a weapon to discourage us and to put out the fire in us. സാധാരണ സാത്താൻ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് അവൻ നിരാശയുടെ വിത്ത് വിതച്ചതിന് ശേഷം അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കെതിരെ യുദ്ധം ചെയ്യുകയാണ്. He has no weapon of his own. അവന്റെ കയ്യിൽ അവന്റെ സ്വന്തമായിട്ട് ആയുധങ്ങൾ ഒന്നുമേയില്ല. Hallelujah. ഹല്ലേലൂയ. So we have to be very careful in dealing with disappointing situations. അതുകൊണ്ട് ഇത്തരം നിരാശാപരമായിട്ടുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ നാം വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. Somebody say amen. എത്ര പേർ ആമേൻ പറയും? Hallelujah. ഹല്ലേലൂയ. Disappointments will come. നിരാശകൾ വന്നിരിക്കും. But remember, we have to come very quickly out of disappointment. എന്നാൽ ഓർക്കുക, ഇത്തരം നിരാശപൂർണമായ ജീവിതത്തിൽ നിന്ന്, അനുഭവത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് പുറത്തു കടക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. If we harbor the disappointment inside of us, what happens is it will put out the fire for the Lord in us. നിരാശകളെ നമ്മുടെ ജീവിതത്തിൽ നാം ഒതുക്കി വെച്ചുകൊണ്ടിരുന്നാൽ, അതിനെ കൂട്ടി വെച്ചുകൊണ്ടിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ തീ കെട്ടുപോകും. It will kill the passion we have. നമ്മുടെ ജീവിതത്തിലുള്ള തീഷ്ണമായ ആവേശത്തെ അത് കെടുത്തിക്കളയും. It will abort the dreams that we have. നമുക്കുള്ള സ്വപ്നങ്ങളെ അത് എടുത്തു മാറ്റിക്കളയും. So we have to be very careful. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. In the Old Testament there was a great prophet of God called
Elijah. പഴയ നിയമത്തിൽ ഏലിയാവ് എന്ന് പറയുന്ന മഹാനായ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. How many of you have heard about Elijah? നിങ്ങൾ എത്ര പേർ ഏലിയാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? Elijah was a great prophet. ഏലിയാവ് എന്നുള്ളത് ഒരു വലിയ പ്രവാചകനായിരുന്നു. Most of the time he was ministering alone, but there was a great anointing in his life. ഒത്തിരി സമയങ്ങളിൽ അദ്ദേഹം ഒറ്റയ്ക്കാണ് ശുശ്രൂഷിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ മേൽ വളരെ ശക്തമായ ഒരു അഭിഷേകം And ഉണ്ടായിരുന്നു. so many people in those days, they were away from the true God. ആ കാലഘട്ടങ്ങളിൽ ഒത്തിരി ആളുകളും ദൈവത്തിൽ നിന്ന് അകന്നു മാറി നിന്നിരുന്ന സമയമായിരുന്നു. People's heart were away from God. അവരുടെ ഹൃദയങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരുന്നു. But this man stood for the Lord alone. എന്നാൽ ആ സമയത്ത് ആ മനുഷ്യൻ ഒറ്റയ്ക്ക് ദൈവത്തിന് വേണ്ടി നിന്നവനാണ്. He was a great prayer warrior. അദ്ദേഹം ശക്തനായ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. He used to pray for hours and so for so many days at a time. അദ്ദേഹം അനേകം മണിക്കൂറുകൾ ഒത്തിരി ദിവസങ്ങൾ വരെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിച്ച വ്യക്തിയായിരുന്നു. And not only that, he started to see a lot of miracles. അതുമാത്രമല്ല അദ്ദേഹം ഒത്തിരി അത്ഭുതങ്ങൾ കാണാനായി തുടങ്ങി. And he started to move in the authority of God. എന്ന് മാത്രമല്ല ദൈവത്തിന്റെ ശക്തിയിൽ താൻ പ്രവർത്തന നിരതനായി തീർന്നു. He could even, using the authority of God, he could even shut the heavens, the skies, so that there would be no rain in the land. അദ്ദേഹം ദൈവത്തിന്റെ അധികാരം ഉപയോഗിക്കാൻ സാധിച്ചിരുന്നവനായതുകൊണ്ട് തന്നെ ആകാശത്തിന്റെ കിളിവാതിലുകളെ പൂട്ടിക്കൊണ്ട് ഒരൊറ്റ വാക്കിൽ മഴ പെയ്യിപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ആകാശത്തെ പൂട്ടുവാൻ പോലും അധികാരമുള്ളവനായിരുന്നു. That means he had the power upon even the natural forces. അതിന്റെ അർത്ഥം പ്രകൃതി കാര്യങ്ങളുടെ മേൽ പോലും അധികാരമുള്ളവനായിരുന്നു പ്രവാചകനായിരുന്ന ഏലിയാവ്. And at one time he opposed hundreds of false prophets. ഒരു സമയത്ത് അദ്ദേഹം നൂറുകണക്കിന് കള്ള പ്രവാചകന്മാർക്ക് എതിരെ താൻ നിന്നു. And he even publicly declared that the God who answers by fire with fire is the true God. ഒരു പ്രാവശ്യം അദ്ദേഹം പരസ്യമായി നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചു, ജീവനുള്ള ദൈവം തീയാൽ ഇവിടെ ഉത്തരം അരുളട്ടെ. Let the prophets, the other prophets, the false prophets call upon their gods and bring down fire. അദ്ദേഹം പറഞ്ഞു, കള്ളപ്രവാചകന്മാർ അവരുടെ ദൈവത്തെ വിളിക്കട്ടെ, ആ ദൈവം അവരുടെ ഇടയിലേക്ക് തീയെ അയക്കട്ടെ. And they all started praying. അവരെല്ലാവരും പ്രാർത്ഥിക്കാനായി They തുടങ്ങി. even tormented their own bodies. തങ്ങളുടെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് പോലും അവർ No പ്രാർത്ഥിക്കാൻ തുടങ്ങി. fire came. എന്നിട്ടും ഒരു തീയും ഇറങ്ങി വന്നില്ല. No fire came. ഒരു തീയും ഇറങ്ങി വന്നില്ല. Then finally it was his turn. ഒടുവിൽ ഇത് ഏലിയാവിന്റെ സമയമായി. And he started to pray to God. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥന ആരംഭിച്ചു. And he prayed like this. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, Let all these people know that there is a true God in Israel. അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇങ്ങനെ, ഇസ്രായേലുള്ള സകല ജനവും ജീവനുള്ള ഒരു ദൈവം ഉണ്ട് എന്ന സത്യം തിരിച്ചറിയേണ്ടതിനായി. Father, send your fire. പിതാവേ, അങ്ങയുടെ തീ ഇവിടേക്ക് അയക്കണമേ. And before that he had poured a lot of water upon the altar. ആ തീ ഇറങ്ങി വരേണ്ട സ്ഥലത്ത് അതിനു മുൻപായിട്ട് അദ്ദേഹം ഒത്തിരി വെള്ളം ആ യാഗപീഠത്തിന്റെ മേൽ അദ്ദേഹം ഒഴിച്ചു. He made everything impossible. ഒരു അസാധ്യം എന്ന് ചിന്തിക്കാവുന്ന തരത്തിൽ അദ്ദേഹം കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തു. Then he called out to the Lord, Lord, send your fire. എന്നിട്ട് അവിടെ നിൽക്കുന്ന ജനങ്ങൾ കാണുക വിളിച്ചു, പിതാവേ, അങ്ങയുടെ തീ ഇറക്കണമേ. And the fire of God came down. അവിടെ ദൈവത്തിന്റെ തീ സകല ജനവും കാണുക ഇറങ്ങി വന്നു. And the fire consumed all the sacrifice. അവിടെ ഉണ്ടായിരുന്ന സകല യാഗവസ്തുക്കളെയും ആ തീ ഇറങ്ങി ദഹിപ്പിച്ചു കളഞ്ഞു. The Holy Spirit says, പരിശുദ്ധാത്മാവ് പറയുന്നു, the Lord is going to prove for some of you that you are serving a true God to others. മറ്റുള്ളവരുടെ മുൻപാകെ നിങ്ങൾ സേവിക്കുന്നത് യഥാർത്ഥ ദൈവമാണെന്ന് നിങ്ങളുടെ ജീവിതത്തിലൂടെ കർത്താവ് തീയിറക്കി തെളിയിക്കാൻ പോകുകയാണ്. When you call upon the Lord, he will answer. നിങ്ങൾ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ അതിന് ഉത്തരം അരുളിയിരിക്കും. And people will know that who is the true God. അങ്ങനെ ഏതാണ് യഥാർത്ഥ ദൈവമെന്ന് നിങ്ങളുടെ ജീവിതത്തിലൂടെ കർത്താവ് തെളിയിക്കാൻ പോകുകയാണ്. The world is going to know that you are serving the real God. ഈ ലോകം
ഇതിനകം നിങ്ങൾ സേവിക്കുന്നത് ഒരു യഥാർത്ഥ ദൈവമാണെന്ന സത്യം തിരിച്ചറിയാനായി പോകുകയാണ്. Let me tell you something today. ഇന്ന് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ കൂടെ പറയട്ടെ. This man, after that, cut the heads of all the false prophets. ഈ മനുഷ്യൻ ഏലിയ പ്രവാചകൻ അതിനുശേഷം സകല കള്ള പ്രവാചകന്മാർക്കും ശിരച്ഛേദനം നടത്തി. And the people's heart were restored to the true God. അങ്ങനെ ആ വലിയ അത്ഭുതത്തിന്റെ മുൻപാകെ സകല ഇസ്രായേൽ മക്കളുടെ ഹൃദയവും ദൈവത്തോട് നിരപ്പിക്കപ്പെട്ടു. But after that, അതിനുശേഷം he was in the grip of disappointment. ഈ ഏലിയാവ് എന്ന് പറയുന്ന പ്രവാചകൻ നിരാശയുടെ പിടിക്കകത്തായി പോയി. He lied down under the shade of a broom tree. അദ്ദേഹം ഒരു ചൂരച്ചെടിയുടെ കീഴെ കിടക്കാനായി തുടങ്ങി. A few hours back, he was on top of the Mount Carmel and he was challenging all the false prophets. ചില മണിക്കൂറുകൾക്ക് മുൻപ് കർമ്മേൽ മലയുടെ മുകളിൽ അനേക കള്ള പ്രവാചകന്മാരെ വെല്ലുവിളിച്ച് തീയിറക്കി അത്ഭുതം കാണിച്ച പ്രവാചകനാണ്. But now he is lying down under the shade of a tree and he is praying, Lord, I'm not a good man, take my life. Everything is finished, enough is enough. എന്നാൽ ചില മണിക്കൂറുകൾക്ക് ശേഷം ഒരു ചൂരച്ചെടിയുടെ കീഴിൽ കിടന്നുകൊണ്ട് നിരാശ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് താൻ പറയുന്നു, ഞാൻ നല്ലൊരു മനുഷ്യനല്ല, എന്റെ ജീവൻ എടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നിരാശപ്പെടുന്ന ഏലിയ പ്രവാചകൻ. Have you ever come across such situation in your life? ഇതുപോലുള്ള അവസരങ്ങളിലൂടെ അവസ്ഥകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും കടന്നു പോയിട്ടുണ്ടോ? There was a great success, ഒരു വലിയ വിജയമുണ്ടായിരുന്നു. a great victory for the Lord. ഒരു വലിയ വിജയം കർത്താവിന് വേണ്ടി ചെയ്തതാണ്. But within days, within hours, you are gripped by disappointment. എന്നാൽ ചില മണിക്കൂറുകൾക്ക് ശേഷം ചില ദിവസങ്ങൾക്ക് ശേഷം വലിയ നിരാശയുടെ പിടിയിൽ നിങ്ങൾ അമർന്നിരിക്കുന്നു. You may wonder why. I had a great anointing. I had a great spiritual move in my life. But why am I suffering with this? ആ സമയത്ത് ഇങ്ങനെ ഒരു ചിന്തയുണ്ടാകും, അയ്യോ കർത്താവ് എന്തുകൊണ്ട് ഇത് എനിക്ക് സംഭവിക്കുന്നു? ഞാൻ എത്ര ആത്മീകമായി നിൽക്കുന്ന വ്യക്തിയാണ്, എത്ര ശുശ്രൂഷിച്ചിരിക്കുന്ന വ്യക്തിയാണ്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയ നിരാശയിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നു? What was the reason? എന്താണ് അതിന്റെ കാരണം? Elijah entertained disappointment in his life. ആ ഏലിയാവ് തന്റെ ജീവിതത്തിലേക്ക് നിരാശയെ വിളിച്ചു വരുത്താനുള്ള അവസരം കൊടുത്തു. ഹലോ. The fire left him. അവനിലകത്തുള്ള ദൈവത്തിന്റെ തീ The passion and enthusiasm left him. അവന്റെ ഹൃദയത്തിലകത്തെ തീവ്രമായ ആഗ്രഹവും ആവേശവും അവനെ വിട്ടുപോയി. Now he is suicidal. ഇപ്പോൾ He തനിക്ക് want to die. അദ്ദേഹത്തിന് മരിക്കണം, ഒരു ആത്മഹത്യാ പ്രവണത തന്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. Such a great prophet. എത്ര വലിയ Such a പ്രവാചകനായിരുന്നു, mighty man of എത്ര God. ശക്തനായ ദൈവപുരുഷനാണ്. Yesterday's victories will not help us today. ഇന്നലകളിലെ ജയം ഇന്ന് നിങ്ങളെ സഹായിക്കുകയില്ല. Hallelujah. ഹല്ലേലൂയ. Every day we need to walk in victory. എല്ലാ ദിവസവും ജയത്തിലൂടെ നാം നടക്കേണ്ടതായിട്ടുണ്ട്. Always remember, we are not fighting for victory, we are fighting from victory. ഓർക്കുക, നാം വിജയത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നവരല്ല, മറിച്ച് വിജയത്തിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നവരാണ്. Why? Because Jesus has already won the victory. എന്തുകൊണ്ടാ വിജയത്തിൽ നിൽക്കുന്നത്? നമുക്ക് വേണ്ടി യേശു കർത്താവ് വിജയം സ്ഥാപിച്ചു കഴിഞ്ഞവനാണ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെമ്പൂർ ഫെബ്രുവരി 18 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ദ ഗ്രാൻഡ് നളന്ദ ഹാൾ, ഡോക്ടർ BR അംബേദ്കർ കോളേജ്, PL ലോകാന്ത് മാർഗ്, ചെമ്പൂർ വെസ്റ്റ്, മുംബൈ, മഹാരാഷ്ട്ര 400089. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൻവേൽ ഫെബ്രുവരി 19 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ശ്രീകൃപ ബാൻക്വറ്റ് ഹാൾ, സെക്ടർ 6, കാന്ത കോളനി, പൻവേൽ വെസ്റ്റ്, മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ ഫെബ്രുവരി 20 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സനൈ മംഗൾ കാര്യാലയ്, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്, മഹാരാഷ്ട്ര. നമുക്ക് ഈ സമയത്ത് എല്ലാവർക്കും ചേർന്ന് വിശ്വാസത്തോടെ ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഈ കൈത്തണ്ടയിൽ ഈ ഭാഗത്തായി വലിയൊരു പെയിനും സ്വെല്ലിങ്ങും
ഒരു സർജറി വേണം എന്ന രീതിയിൽ നിൽക്കുന്ന ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ ആ ഭാഗം സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആംപിറ്റിനകത്ത്, ഈ കൈയുടെ അകത്തായിട്ട് ഒരു വലിയ ഗ്രോത്ത് വന്ന് വല്ലാത്തൊരു പ്രയാസത്തിലായിരിക്കുന്ന ഒരു വ്യക്തി കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ മദ്യപാനികളായ പലരെയും കർത്താവ് ഇന്ന് സ്വതന്ത്രമാക്കുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ലെറ്റ് ദം ബി ഡെലിവേർഡ് ഫ്രം ദാറ്റ് അഡിക്ഷൻ ഓഫ് ആൽക്കഹോളിസം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതുപോലെ ഷോൾഡറിന് പ്രയാസമുള്ള ചില വ്യക്തികൾ, കഴുത്തിന് തേയ്മാനമുള്ള വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ. ഹാർട്ടിന് തകരാറുള്ള വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. കിഡ്നികളുടെ തകരാറുകൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. താങ്ക് യു ലോർഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കുഞ്ഞുങ്ങളില്ലാത്ത വ്യക്തികൾക്കായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. അപസ്മാര രോഗികൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കിടപ്പ് രോഗികൾ സൗഖ്യമാകട്ടെ. പുകവലിയിൽ നിന്നും പുറത്തു വരാൻ ആഗ്രഹിക്കുന്നവർ, മറ്റുള്ള വിവിധ രീതിയിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ അവരെല്ലാം ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ജീസസ്. അതുപോലെ നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള ചില വ്യക്തികൾ, നടക്കാൻ പൂർണ്ണമായ വിടുതൽ അവർക്കുണ്ടാകട്ടെ. ഇനി ഈ സമയത്ത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാത്ത ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതിനുകൂടെ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സ്ക്രീനിലേക്ക് ഇപ്പോൾ കൈനീട്ടി പിടിക്കുക. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ ഉണ്ടാകട്ടെ. കർത്താവ് ഏത് വിഷയത്തിനായി പ്രാർത്ഥിക്കുന്നുവോ അവിടെ വിടുതലുണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ആഴ്ചയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ടീം മഹാരാഷ്ട്രയിൽ ചെമ്പൂർ, പൻവേൽ, കല്യാൺ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വരികയാണ്. നേരത്തെ തന്നെ ഇത് അനൗൺസ് ചെയ്യുന്നത് ഇപ്പോഴേ തയ്യാറാകുക. സ്ക്രീനിൽ കാണിക്കുന്ന സ്ഥലം, സമയം ഇതെല്ലാം നോക്കി വളരെ പ്രാർത്ഥനയോടുകൂടെ വരിക. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസ് എന്നുള്ള പുസ്തകങ്ങളും അതുപോലെ CD-കളും ഒക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നാളെ നമുക്ക് വീണ്ടും കാണാം. ഓർക്കുക, ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് ഇതിനെക്കുറിച്ച് പറയുക. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ ടുമോറോ. ബൈ.